നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഏറ്റവും വലിയ സൈനിക നടപടിയാണ് യമനിൽ ഹൂതികൾക്ക് നേരെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ശനിയാഴ്ച സൂര്യാസ്തമയം മുതൽ ഞായറാഴ്ച സൂര്യോദയം വരെയുള്ള സമയത്ത് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള 7 പ്രവിശ്യകളിലായി 47 തവണയാണ് US വ്യോമാക്രമണം നടത്തിയതെന്നാണ് വിവരം. US സെൻട്രൽ കമാൻഡ് എക്സിൽ പങ്കുവച്ച വീഡിയോയിൽ ഹൂതികൾക്കെതിരെ ആക്രമണം തുടരുന്നതായി വ്യക്തമാക്കിയിട്ടുമുണ്ട്. യമനിലെ ഹൂതി നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾക്കെതിരായ US സൈനിക ആക്രമണം ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടുനിൽക്കുന്നതാണെന്നാണ് സൈനിക ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ എന്നിങ്ങനെ HHൽ പെടുന്ന ഭീകര സംഘടനകളെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കുക എന്നത് ട്രംപിന്റെ പ്രതിജ്ഞ തന്നെയാണ്. ഒരു തരത്തിലും ഈ ഭീകര സംഘടനകളെ വെച്ചു പൊറുപ്പിക്കില്ല എന്ന് നെതന്യാഹുവും പ്രതിജ്ഞ എടുത്തിട്ടുള്ളതാണ്. ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഒരു പരിധിവരെയെങ്കിലും ഇല്ലായ്മ ചെയ്യാൻ നെതന്യാഹുവിന് കഴിഞ്ഞിട്ടുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ഇറാന്റെ പിന്തുണയുണ്ട്. പക്ഷേ ഇറാൻ ഇസ്രയേലിനോട് ഏറ്റുമുട്ടി പരാജയം ഏറ്റുവാങ്ങിയത് നമ്മളെല്ലാം കണ്ടതുമാണ്. ഇപ്പോഴും ഹമാസിനെതിരെയുള്ള പോരാട്ടം ഇസ്രയേൽ തുടരുകയാണ്. ഹൂതികളാകട്ടെ ഇതുവരെ ഇസ്രയേലിനെ നേരിട്ട് ആക്രമിച്ചിട്ടില്ല. 2023 ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രയേൽ ഹമാസ് ആക്രമണം യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ലോകത്തെ ഏറ്റവും തിരക്കേറിയ കപ്പൽ ഇടനാഴിയായ ചെങ്കടലിൽ ഹൂതികൾ സൈനിക നീക്കം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഹൂതികൾ മറ്റു രാജ്യങ്ങളുടെ സൈനിക വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടങ്ങിയിരുന്നു. ഇസ്രയേലിന്റെയും അതിന്റെ സഖ്യകക്ഷികളായ US, UK എന്നിവരുടെ കപ്പലുകളാണ് ലക്ഷ്യമിടുന്നതെന്ന് ഹൂതികൾ വ്യക്തമാക്കുകയും ചെയ്തതാണ്. പലസ്തീനോടുള്ള ഐക്യദാർഢ്യമായിട്ടാണ് ഹൂതികളുടെ ഈ ആക്രമണം ഉണ്ടാകുന്നത്. 2 കപ്പലുകൾ ഇതുവരെ മുക്കിയിട്ടുണ്ട്. ഒരു കപ്പൽ ഹൂതികൾ പിടിച്ചെടുത്തിട്ടുമുണ്ട്. 4 കപ്പൽ ജീവനക്കാർ ഈ ഹൂതികളുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തിന് അമേരിക്കൻ കപ്പലുകൾ പോലും ഹൂതികൾ ഇങ്ങനെ ആക്രമിച്ചു. 2023 നവംബർ മുതൽ 2024 ഏപ്രിൽ വരെ 5 മാസക്കാലത്ത് തന്നെ വാണിജ്യ സൈനിക കപ്പലുകൾക്ക് നേരെ ഏകദേശം 319 ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തിയത്. ആക്രമണത്തിന് മുമ്പ് ചെങ്കടലിലൂടെ വർഷത്തിൽ 25,000 കപ്പലുകൾ പോയിരുന്നു. പക്ഷേ അത് 10,000-ആയി ഇപ്പോൾ ചുരുങ്ങിയിട്ടുണ്ട്. ഏകദേശം 75% US, UK കപ്പലുകൾ ആഫ്രിക്ക ചുറ്റിയാണ് യാത്ര നടത്തുന്നത്. ഇത് 10 ദിവസത്തെ അധിക യാത്രയുണ്ട് എന്ന് മാത്രമല്ല, ഓരോ ട്രിപ്പിലും $10 ലക്ഷം അധിക ഇന്ധന ചെലവും ഉണ്ടാക്കുന്നതായി US ഡിഫൻസ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന കപ്പൽ ഇടനാഴിയാണ് ചെങ്കടൽ. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ചരക്ക് നീക്കത്തിന്റെ 95% ഈ ഭാഗങ്ങളിൽ കൂടെ തന്നെയാണ് നടക്കുന്നത്. ഇതിനെ തുടർന്ന് അമേരിക്കയുടെ ഹാരി എസ് ട്രൂമാൻ എന്ന പടക്കപ്പൽ ചെങ്കടലിൽ നങ്കൂരമിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. ചെങ്കടലിലെ തങ്ങളുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയ ഹൂതി വിമതർക്ക് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് അമേരിക്ക ഇപ്പോൾ. യമനിൽ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതിന് തിരിച്ചായിട്ടാണ് ഹൂതികൾ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയത് എന്നാണ് പറയുന്നത്. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ അയച്ച എല്ലാ ഡ്രോണുകളും തകർത്തതായും കപ്പലുകൾക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്നും അമേരിക്ക വ്യക്തമാക്കുകയും ചെയ്തു. ജനുവരിയിൽ ഗാസ വെടിനിർത്തൽ കരാറിന് പിന്നാലെ ഹൂതികളും ആക്രമണങ്ങൾ അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ പലസ്തീനിലേക്ക് ഇസ്രയേൽ സഹായം നിർത്തിവച്ചതോടെ വീണ്ടും ഈ ആക്രമണം തുടങ്ങുമെന്ന് ചൊവ്വാഴ്ചയാണ് ഹൂതികൾ വ്യക്തമാക്കിയത്. ഇതാണ് US-ന്റെ പ്രകോപനത്തിന് കാരണമായിട്ടുള്ളതും. ആക്രമണം പുനരാരംഭിക്കും എന്ന ഭീഷണിയിൽ നിന്ന് പിന്മാറുന്നതുവരെ ഹൂതികൾക്കെതിരെ ആക്രമണം തുടരുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. ബൈഡൻ ഭരണകാലത്തും US, ഇസ്രയേൽ, ബ്രിട്ടൻ എന്നിവർ യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിരുന്നു. എന്നാൽ ശനിയാഴ്ച തുടങ്ങിയ ഓപ്പറേഷൻ US ഒറ്റയ്ക്കാണ് നടത്തിയത്. കഴിഞ്ഞ ദിവസം യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക വ്യാപകമായ ആക്രമണമാണ് നടത്തിയത്. ചെങ്കടലിലെ ഹുദൈദ തുറമുഖത്ത് 2 തവണയും വടക്കൻ യമനിലെ അൽജോഫിലും US വ്യോമാക്രമണം നടത്തിയിരുന്നു. അൽഹസം ജില്ലയിലെ സർക്കാർ കെട്ടിടവും US സൈനികാക്രമണത്തിന് ഇരയായി. ഇതോടെ മരണസംഖ്യ 53-ആയി ഉയർന്നിട്ടുണ്ട്. ഇതിൽ 5 കുട്ടികളും 2 സ്ത്രീകളും മരിച്ചവരിൽ ഉൾപ്പെടുന്നുമുണ്ട്. US വ്യോമസേനയുടെ F-16, F-18 ഇനങ്ങളിൽപ്പെട്ട പോർ വിമാനങ്ങളാണ് ഹൂതികളെ നേരിടാനായി എത്തിയത്. ഹൂതികളുടെ 11ഓളം ഡ്രോണുകളാണ് ഇവ വെടിവെച്ചിട്ടത്. US നാവികസേനയുടെ പ്രധാന പടക്കപ്പലായ ഹാരി എസ് ട്രൂമാനും സൈനിക നടപടിയിൽ പങ്കെടുത്തിരുന്നു.
US വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി US-ന്റെ ഹാരി എസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പലിന് നേർക്ക് ആക്രമണം നടത്തിയതായി ഹൂതി വക്താവ് 18 മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയതായാണ് വിവരം. ഇതേ തുടർന്ന് വിമാനവാഹിനി കപ്പൽ യമന്റെ ജലാതിർത്തി വിട്ടുപോയി എന്നാണ് ഹൂതികൾ അവകാശവാദം പറഞ്ഞത്. എന്നാൽ ഇത് സംബന്ധിച്ച തെളിവുകളൊന്നും ഹൂതികൾ പങ്കുവച്ചിട്ടില്ല. US അവകാശവാദം പക്ഷേ അമേരിക്ക തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഹൂതികളുടെ 11 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായും ഒന്നിനു പോലും ട്രൂമാന് സമീപത്തെത്താൻ സാധിച്ചിട്ടില്ല എന്നും US അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു. ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചാണ് കപ്പലുകളെ തങ്ങൾ ആക്രമിച്ചത് എന്നാണ് ഹൂതികളുടെ അവകാശവാദം. ഇതെല്ലാം തന്നെ പക്ഷേ US അധികൃതർ തള്ളിക്കളയുകയാണ് ചെയ്തത്. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ദുരന്തമാണ് കാത്തിരിക്കുന്നതെന്നും ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇത്തരം കടുത്ത ഒരാക്രമണം ഉണ്ടായത്. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് US നടപടിയും ഉണ്ടായത്. തലസ്ഥാനമായ സനയിലാണ് വ്യോമാക്രമണം നടത്തിയത്. ട്രംപ് രണ്ടാം തവണയും പ്രസിഡന്റായ ശേഷം മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക നടത്തുന്ന ഏറ്റവും വലിയ സൈനിക നടപടി തന്നെയാണ് ഇത്. നിങ്ങളുടെ സമയം അവസാനിച്ചു, നിങ്ങളുടെ ആക്രമണം ഇന്നു മുതൽ നിർത്തണമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിക്കുകയും ചെയ്തു. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ഒരാക്രമണവും ഇനി അനുവദിക്കില്ലെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞിരിക്കുകയാണ്. ഹൂതികൾക്ക് പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇറാനോടും അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ കടുത്ത നടപടി ഇറാനെതിരായും ഉണ്ടാകുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. 2023 നവംബർ മുതൽ കപ്പലുകളെ ലക്ഷ്യമാക്കി 100-ലധികം ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തിയിട്ടുള്ളത്. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് ഇസ്രയേലിന്റെ കപ്പലുകൾ ഉൾപ്പെടെ ആക്രമിക്കുന്നത് എന്നായിരുന്നു ഹൂതികളുടെ വാദം. IS-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ അബു ഖദീജിയെ വകവരുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്ക ഹൂതികൾക്ക് നേരെ ഇത്രയും വലിയൊരു ആക്രമണം നടത്തുന്നത്. അതേസമയം യമനിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തെ ഇറാൻ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. പക്ഷേ ഇതിൽ അമേരിക്ക വ്യക്തമാക്കുന്നുണ്ട്, കുട്ടികൾ കൊല്ലപ്പെട്ടിരുന്നു, 2 സ്ത്രീകളും കൊല്ലപ്പെട്ടിരുന്നു. പക്ഷേ ബാക്കി 53 പേരിൽ ബാക്കിയുള്ളവരെല്ലാം തന്നെ ഹൂതികളുടെ പ്രധാന നേതൃനിരയിലുള്ളവരാണ് എന്ന് അമേരിക്ക കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. എന്തുതന്നെയായാലും ഹൂതികളുടെ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ഒരു ഹൂതികളെ പോലും ബാക്കി വയ്ക്കില്ല എന്ന് തന്നെയാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ഇറാനെതിരെയുള്ള നല്ലൊരു താക്കീത് കൂടിയാണ്. മലയാളി വാർത്ത ഇൻസൈഡ്.